സൈഡിലൂടെ ഇറങ്ങിപ്പോകുന്നു. അപ്പം കൊടൈക്കനാലിൽ രാവിലെ ഞാനങ്ങ് വിട്ടു. കൊണ്ടെല്ലാം അടഞ്ഞൊരു പരുവായി. ഈ വെയിലടിച്ചപ്പോഴത്തെ ആശ്വാസമായി. ഉള്ള കാര്യമല്ലോ, ഈ തണുപ്പ് ഇച്ചിരി പ്രശ്നം തന്നെ. ഇവിടെ 10ഉം 12ഉം ഒക്കെയാണ് ഡിഗ്രി സെൽഷ്യസ്. ഊണ്ടി മൂക്കൽ മഞ്ഞമണ്ണൂർ ഇതൊക്കെ കാണാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇന്നലെ അങ്ങോട്ട് പോകാൻ വേണ്ടി ഒന്ന് ചുമ്മാ പോയി നോക്കി, പോകാനല്ല, ജസ്റ്റ് 2 കിലോമീറ്റർ പോയിട്ട് ഇന്നലെ തിരിച്ചു പോന്നു. തിരിച്ചു പോന്നിട്ട് സത്യം പറഞ്ഞാലോ, കയ്യിലെ പൈസ വളരെയധികം കമ്മിയായി തുടങ്ങി. അതുകൊണ്ടുകൂടെയാണ് ഞാൻ പോകണ്ടെന്ന് വെച്ചത്. പക്ഷേ തിരിച്ച് താഴോട്ട് പോയിട്ട് എനിക്കങ്ങോട്ടൊരു ടിക്കറ്റ് ഞാൻ ഓർത്തുന്ന എന്തായാലും ഇവിടം വരെ വന്നതാ. കൊടൈക്കനാൽ ടൗണ് വഴി ബൈക്ക് ഓടിച്ച് പോകുന്നത് എന്തർത്ഥം? പിന്നെ നാട്ടിൽ ചെന്നിട്ട് അതിനായിട്ട് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അത് വളരെ അനാവശ്യമായ ഒരു കാര്യമായിരിക്കും. ഇത്രയും വരെ വന്നിട്ട് പിന്നെ ഞാനോടത്തിന് പോയേക്കാം അങ്ങോട്ട്. തിരിച്ച് വീണ്ടും കൊടൈക്കനാൽ വന്നു. കൊടൈക്കനാൽ ടൗണിൽ എത്തിയപ്പോൾ ഞാനോടത്ത് മണി 4 മണിയായി. അപ്പം അങ്ങനെ ഒരു ഞാനോട്ടെന്നാൽ അവിടെ റൂമെടുത്ത് സ്റ്റേ ചെയ്യാം കൊടൈക്കനാൽ. എന്നിട്ട് ഇന്ന് രാവിലെ സമാനത്തോടെ പോയാൽ പോരെ. അങ്ങനെ അവിടെ സ്റ്റേ ചെയ്തു. പിന്നെ രാവിലെ അല്ല സമാനത്തോടെ അങ്ങോട്ട് പോകും. എനിക്ക് ഈ റൂട്ടോ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് അറിയത്തൊന്നുമില്ല. ഞാൻ ഈ യൂട്യൂബിലൊക്കെ ചിലത് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഒന്നും ശരിക്കും നോക്കിയിട്ടുമില്ല. എന്തായാലും പോവാം. ആരും വെയിലടിച്ചത് സമാനമായി. ഒരു തരത്തിൽ ഈ തണുപ്പ് താങ്ങാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയാണ്. എന്നാണോ മൊത്തത്തിൽ ഇവിടെ ഒരു ഡേ ടെമ്പറേച്ചർ ഹൈ ആയിട്ട് വരുന്നത് 19-20 ഉള്ളൂ ഇപ്പോൾ ഈ സമയത്ത്. ഈ വെയിലുണ്ടെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്. അത് സുഖമുണ്ട്, രണ്ടുകൂടെ ആയതുകൊണ്ട്. ഇന്നലെ രാത്രി ചുറ്റിപ്പോയി. ജാക്കറ്റ് ഒന്നും എടുത്തില്ലായിരുന്നു. ഞാൻ പിന്നെ കൊണ്ടുവന്ന ഒരു 3 ഷർട്ട് ഒന്നിച്ചങ്ങ് എടുത്തിട്ടു. അതിൻ്റെ കൂട്ടത്തിൽ ബ്ലാങ്കറ്റും എടുത്ത് പുതച്ചങ്ങ് കിടന്ന് ഉറങ്ങി. രാവിലെ ആയപ്പോഴത്തേക്ക് സ്വരവുമില്ല, മൂക്കും അടഞ്ഞ്. അതൊന്നും കഴിക്കാൻ പോലും തോന്നിയില്ല. അങ്ങനെ കാപ്പി മാത്രം കുടിച്ചിട്ട് പോകും. ഈ ബൈക്ക് സംഭവം കൊള്ളാം, പക്ഷെ ഒറ്റ കുഴപ്പമില്ല, ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിങ്. പൊന്നെ ചില നേരത്തില്ല ഈ വന്ന് ബഹുഭൂരിഷ ടൈമിലും ക്ഷമ പരീക്ഷിക്കുക. ഗിയർ ഫസ്റ്റ് ആയിട്ടിട്ട് സെക്കൻഡും തേർഡായിടുന്ന പാട്. നമ്മുടെ വിരല് ഒരു നല്ല വേദന അടുപ്പിച്ചപ്പോൾ 4 ദിവസമായിട്ട് ഇങ്ങനെ ഓടിക്കുന്നത്. എനിക്കിപ്പോൾ എൻ്റെ തള്ളവിന് നല്ല വേദനയായി. ഒരു രക്ഷയില്ല. ചില സമയത്തല്ല, പിടിക്കുന്ന സമയത്ത് വലിച്ചിൻ്റെ കാലും പൊടിയുന്ന പോലെ പോകണം. വേണ്ട, അത് പല പ്രാവശ്യമായിട്ട് സർവീസ് കൊടുത്തപ്പോഴൊക്കെ പറഞ്ഞിട്ടൊക്കെയുണ്ട്. പക്ഷേ അതിൻ്റെ ബാഗിനൊക്കെ ഇനി അത്ര സ്റ്റിഫായിട്ടാണോ വെക്കുന്നത്? എനിക്ക് ചവിട്ടി പറിച്ചിടാൻ വേണ്ടി. എന്തായാലും എന്നെ സംബന്ധിച്ച് എനിക്കത് ഇവിടെ സ്മൂത്തായിട്ടുള്ളതാണ് നമുക്കൊരു കംഫർട്ടബിൾ ഓടിക്കുമ്പോൾ. പക്ഷെ നല്ല രസമായി ലോങ് പോകാൻ വണ്ടിയിൽ. ഒരു സൗണ്ട് രസമില്ല. ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്മൂത്ത് സൗണ്ടാവും. ചെവി അടയുന്ന കാരണം പിന്നെ പടപടാകുന്ന സൗണ്ട് വിളി വരത്തില്ല. പക്ഷെ ഈ കുണ്ടും കുഴിക്കും വരുമ്പോൾ ചുമ്മാ ചാടിച്ചെടുത്തുകൊണ്ട് പോകണം. ഏത് വഴി വേണം. പൂന്തി 37 കിലോമീറ്റർ, പൂമ്പാറ 18 കിലോമീറ്റർ. എബീസ് ഈ കാറൊക്കെ സ്ലോ ആക്കി ഉടനെ ഓടി വരും. കാരണം കുറേയധികം ആൾക്കാരുണ്ട്. എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. അവർക്ക് രസമാണ്. നിങ്ങളെ ഫീഡ് ചെയ്യും. ഈ ഫീഡ് ചെയ്യുന്നതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഫീഡ് ചെയ്തിട്ട് അവരങ്ങ് പോകും. പക്ഷേ എൻ്റെ മറ്റു വണ്ടിയുടെ മുന്നിൽ കുറേ പേരുടെ മുന്നിൽ എടുത്തി ആടുക ആ വണ്ടി പോകുന്നവരൊക്കെ. അങ്ങനെ എന്ത് കാര്യത്തിനത് അതൊന്നും ഉള്ളതൊക്കെ ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്ന്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, അതായത് സ്ഥിരമായിട്ട് കൊടൈക്കനാൽ റൂട്ടിലൊന്നും വരാത്തവർ, അതായത് സ്ഥിരമായിട്ട് യാത്ര ചെയ്യാത്തവരോട് ഒരു കാര്യം ഞാൻ പറയുകയാണ്. എനിക്ക് പുതിയ അറിവായിരുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കാം, പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഇന്നലെ ഇവിടെ വന്നപ്പം കുടിക്കാൻ വേണ്ടി വെള്ളം വാട്ടർ ബോട്ടിൽ ചോദിച്ചു. അതൊരു കടയ്ക്ക്. അപ്പോഴാണ് അവിടെ പറയുന്നത് 2.5 വർഷമായിട്ട് കൊടൈക്കനാലിൽ വാട്ടർ ബോട്ടിൽ, അതായത് പ്ലാസ്റ്റിക് ഉള്ള ബോട്ടിലുള്ള വെള്ളം ഉൾപ്പെടെയുള്ള ജ്യൂസ്, കോള, അതായത് ഈ ഫ്രൂട്ടി, ട്രോപ്പിക്കാന, കോക്കോള, അങ്ങനത്തെ ഒരു സാധനം പോലും പ്ലാസ്റ്റിക് ബോട്ടിലില്ല, പ്ലാസ്റ്റിക് കവറുകളിലും കിട്ടത്തില്ല, വെള്ളം ഉൾപ്പെടെ.
ഞാൻ ചോദിച്ചു പറയാം 5 ലിറ്റർ ക്യാനുണ്ടോ? നമ്മൾ 5 ലിറ്റർ അടിക്കാൻ എന്തായാലും വേണ്ട. അപ്പോൾ അതാണ് സംഭവം. അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെയൊക്കെയാലും എല്ലാം വരുന്നുണ്ടെങ്കിൽ 5-6 പേരായിട്ടോ അല്ല ഫാമിലി ആയിട്ടോ ഒത്തിരി പേരൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ കുഴപ്പമില്ല, 5 ലിറ്റർ വെള്ളം നമുക്ക് മേടിക്കാം. ഈ 1-2 പേരായിട്ടൊക്കെ വരുമ്പോൾ ഇങ്ങനെ കുഴപ്പമുണ്ടെന്ന് ഓർത്തോണം, വെള്ളം കിട്ടത്തില്ല. ഞാൻ പിന്നെ സ്റ്റേ ചെയ്ത ലോഡ്ജിലെ കാര്യം പറഞ്ഞ പുള്ളി എനിക്ക് വെള്ളം കിട്ടും. അങ്ങനെ അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് രാത്രി കൊടൈക്കനാൽ ചെക്ക് പോസ്റ്റ് ഉണ്ടാവും. ആ ചെക്ക് പോസ്റ്റ് എത്തിയപ്പോൾ തന്നെ ഇന്നലെ ഞാൻ കണ്ടായിരുന്നു, ഫ്രണ്ടിലുള്ള കാറ് നോക്കുന്നു. പരിശോധനയൊന്നുമല്ല. അതിനപ്പോൾ ലേഡി എൻ്റെ അടുത്ത് വന്നിട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടോ ചോദിച്ചു. നമ്മളില്ല. ബാഗിനകത്ത് പോലും ഉണ്ടോ? നമ്മളില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നേക്കാൻ പറയാം. നമ്മളില്ല, അതിനകത്തൊന്നുമില്ല. അപ്പോഴും എനിക്കറിയത്തില്ലായിരുന്നു ഇവിടെ ഇങ്ങനെ സംഭവം ഉണ്ടെന്നും. ഞാനോടത്ത് അവർ നല്ലൊരു കാര്യം ചെയ്യുന്നു, അതായത് ദൂരെ നിന്ന് വരുന്നവരെന്നുള്ള വേസ്റ്റ് എല്ലാം മേടിക്കുന്നു, അങ്ങനെ വിചാരിച്ചത്. പക്ഷെ അത് ആയിരുന്നില്ല. സംഭവം ഇതായിരുന്നു. കൊടൈക്കനാലെ 2.5 വർഷമായിട്ട് പ്ലാസ്റ്റിക് ബോട്ടിലുകളോ പ്ലാസ്റ്റിക് കവറുകളോ ഉള്ള വെള്ളമോ അങ്ങനത്തെ കുടിക്കുന്ന ഒരു സാധനം പോലും കിട്ടത്തില്ല. 2008 ഞാൻ ലാസ്റ്റ് ഇവിടെ വരുന്നത്. ആ സമയത്തൊക്കെ നമ്മളും ഇതുപോലെ തന്നെ സൂസൈഡ് പോയിന്റും മറ്റേ ആ പോയിന്റ് ഈ പോയിന്റും എന്തായാലും ഫാമിലിയായിട്ട് പോയി നിൽക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ. പിന്നീട് ഈ കാട്ടുവാസി ആയ പിന്നെ അങ്ങനത്തെ സംഭവങ്ങളെ ഞാൻ ശ്രദ്ധിക്കാതെ പോകാറുമില്ല. എനിക്ക് അറിയത്തുമില്ല ഉണ്ട് എവിടെയാണെന്ന്. ഇങ്ങനെ റൈഡ് ചെയ്ത് പോവുക, കാടും മേടും മാത്രം കാണുക, വേറെ ഒരു ചിന്ത എനിക്കില്ല. KL 59 ഒത്തിരി കണ്ടത്. ഈ 55, 58, 59 ഇഷ്ടം പോലെ. കോട്ടയം ഭാഗത്തുനിന്നുള്ള ഞാൻ ഇതുവരെ ഒരു വണ്ടി പോലും KL5 കണ്ടില്ല. KL4, KL2, KL1, KL10, KL8, KL9, KL13 എല്ലാം കണ്ടു. പക്ഷെ എൻ്റെ നാട്ടുകാർ ഒരാളെ പോലും ഞാൻ കണ്ടില്ല. എനിക്ക് നല്ലൊരു സ്പോർട്സ് ബൈക്ക് മേടിക്കുക, ഓടിക്കുക, അത് അത്യാവശ്യം മാന്യമായ സ്പീഡിലൊക്കെ വണ്ടി ഓടിച്ച് ഇങ്ങനെ അതിലൊക്കെ പോവുക. അതല്ലാതെ എനിക്ക് ആദ്യത്തെ അറിയത്തുള്ളൂ. ഐ ലവ് സ്പോർട്സ് ബൈക്സ്, ഐ ലവ് ബൈക്സ്. കാറിനോട് പ്രത്യേക താല്പര്യമൊന്നുമില്ല. സ്പോർട്സ് ബൈക്ക്, സ്പോർട്സ് ടൂറിനോട് പോലും താല്പര്യം ഇല്ല. ഇതുപോലത്തെ കൊച്ചു വീടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹട്ട് പോലെ നല്ല ഹട്ട് ഇതൊക്കെ കണ്ടിട്ട് ലേങ്ങൾ പോലെ ഉണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. നല്ല ഇതൊക്കെ ആൾക്കാരുടെ ലൈഫ് മിനിമം ശുദ്ധമായി ശ്രദ്ധിച്ചെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റും. നമ്മുടെ നാടൊക്കെ പുരോഗമിച്ച് നിൽക്കുന്ന മരങ്ങളുണ്ടോ? ഇതെന്നെ യൂക്കാലി തന്നെ അത്. എന്തായാലും ഈ ഉണക്കമരം എവിടെയെല്ലാം നിറച്ച് കിടപ്പുണ്ടോ അത്തരം സ്ഥലങ്ങളിൽ ആനകൾ വരാറില്ലെന്നാണ്. രാവിലത്തെ വെപ്പാളത്തണ്ടിൽ വലിയ അബദ്ധം കാണിച്ചാൽ തിരിച്ചു പോവാം. പെട്രോൾ അടിക്കാൻ പാണ്ടാവാരം ഉണങ്ങാതെ നീ തിരിച്ച് 10 കിലോമീറ്റർ, അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് 10 കിലോമീറ്റർ, തിരിച്ചിനി അങ്ങോട്ട് 10 കിലോമീറ്റർ, പിന്നെ വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ വീണ്ടും 10 കിലോമീറ്റർ. ഒരു കാര്യമില്ലാതെ 30 കിലോമീറ്റർ വേസ്റ്റ് ആക്കാൻ പോവാം. പെട്രോളൊക്കെ അടിച്ച് തിരിച്ചു വന്ന് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നിരിക്കുന്നു. ബസ് സൈഡിലൂടെ ഇറങ്ങിപ്പോയിരുന്നു. പളനിമല ഒന്നും കാണാൻ പറ്റില്ല. മൊത്തം പുകയാണ്. ഒന്നും കാണത്തില്ല. നിർത്തി കാര്യമില്ല. പളനിമല വ്യൂ പോയിന്റ് ഈസ് ഫുൾ ഓഫ് ഫോഗ്. ഫോട്ടോ കഴിക്കാനുണ്ടോ? ബാക്കി രുചിയോട് കിട്ടണമെങ്കിൽ സാധാരണക്കാരൻ്റെ കടക്കാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അടിപൊളി നല്ല സൂപ്പർ നെയ്റോസ്റ്റായിരുന്നു. അതും കഴിച്ചിങ്ങോട്ട് ഇറങ്ങി. ഇപ്പോൾ ഇവിടെ റിസോർട്ടോ ടെൻറ്റ് ഹൗസ് പോലൊക്കെ എന്തൊക്കെ പണിയാണല്ലോ. വുഡ് ഹൗസ്
പോയക്കഴിഞ്ഞ് നല്ലൊരു വ്യൂ. ഒന്നും കൂടെ കൃഷിസ്ഥലം ഇവിടെ തട്ടായിട്ടിട്ടേക്കും. എന്താ രസം. ഇഷ്ടംപോലെ ആൾക്കാർ ഇന്ന് കൃഷി ചെയ്യുന്നു. ഈ വണ്ടിയൊക്കെ ഇത് കണ്ടോണി, വണ്ടി സംഭവം കൂടെ നല്ല ഹൈറ്റൊക്കെയാണ്. പക്ഷെ ഇത് എൻ്റെ ആരോഗ്യത്തിന് അങ്ങോട്ട് തീരെ. കുഞ്ഞു മോള് ഇത് കയറണമെങ്കിൽ ഒരു 1.5 ചരിഞ്ഞൊക്കെ ഇരിക്കുന്നിടത്ത് ഒരു വെയിറ്റ് വെക്കുക. എനിക്കതങ്ങോട്ട് എൻ്റെ ആരോഗ്യത്തിന് വണ്ടിയുടെ വെയിറ്റ് ഒന്നും വെച്ചൊരു പാടാം. കാണാനൊക്കെ നല്ല ഇത് ഐക്യാച്ചിയാണ്. മന്നവന്നൂർ എക്കോ പാർക്കിൽ 15 കിലോമീറ്റർ, പൂമ്പാറ മുരുകൻ ടെമ്പിൾ താഴോട്ട് 2 കിലോമീറ്റർ. താഴോട്ടാണോ പൂമ്പാറയ്ക്ക് പോകണ്ട ആർക്കറിയാം. എന്താക്കി ദേഷ്യം. അതൊരു ടെമ്പിളാണോ അവിടെ? പൂമ്പാറ ടെമ്പിൾ താഴോട്ടെന്നാ വളച്ച് ആരോ കൊടുത്തിരുന്നു. അതെ, പൂമ്പാറ എങ്ങോട്ടാ? പൂമ്പാറ എവിടെയാണോ? ആ താഴോട്ടിറക്കിയപ്പോഴോ അല്ലേ? വണ്ടി കൊണ്ടുപോകാം അങ്ങോട്ട്. അത് തന്നെ സ്ഥലം. ഓക്കെ, അത് തന്നെ സ്ഥലം. അധികം തെറ്റുന്നതിന് മുമ്പ് ചോദിക്കാൻ ആളെ കണ്ട നന്നായിട്ട് അങ്ങോട്ട് പോയാൽ. കൊടൈക്കനാലിൽ നിന്ന് വരുന്നവർ എപ്പോഴും ശ്രദ്ധിച്ചോണം. നമ്മളാണ്ട് അവിടെ നിന്നാണ് വരുന്നത് കൊടൈക്കനാലിൽ ഇങ്ങോട്ട്. ഞാൻ വിട്ടിങ്ങി പോകുന്നു. ഇങ്ങോട്ട് വരേണ്ട ഒരു കാര്യമില്ല. ഇവിടെ ഒരു താഴോട്ട് വഴിയുണ്ട്. അവിടെ പൂമ്പാറ ടെമ്പിൾ എന്നും പറഞ്ഞ് ജസ്റ്റ് ഒരു ഇതേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് തെറ്റിദ്ധാരണയാണ്. ഞാൻ വിട്ടിങ്ങി പോകുന്നു. ഇവിടെ നോക്കിയപ്പം വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് പൂമ്പാറ 1.6 കിലോമീറ്റർ. ഇങ്ങനെ ഇരിക്കണം. നേരെ പോകുന്ന വഴിക്ക് മത്സ്യം കാണുന്ന ഒന്നും കൊടുത്തിട്ടില്ല. പൂമ്പാറ വില്ലേജ് വരെ പോകാം. കുറെ കൂടെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ എനിക്കത് സംസാരിക്കാൻ പറ്റുന്നില്ല. അവക്കെട്ടും ബ്ലോക്കാണല്ലോ. അങ്ങോട്ട് പോവാം. ഇല്ല, ഇവിടം വരെ ഉള്ളോ? ഓക്കെ, താങ്ക് യു വെരി മച്ച്. പൂമ്പാറ വിസിറ്റിംഗ് കഴിഞ്ഞു. വലിയൊരു അമ്പലമുണ്ട്. ആ ബോർഡ് കണ്ടോ? ഇതാണ് അമ്പലം. അങ്ങ് മറ്റേ കൃഷി സ്ഥലങ്ങളൊക്കെ കാണാം. നമ്മളങ്ങോട്ട് ചോദിച്ചിട്ട് പോകാൻ പറ്റില്ലെന്ന് തോന്നുന്നു. കാരണം അവരെല്ലാവരും ആക്ഷനിൽ തന്നെ ഉണ്ടായിരുന്നത്. വിട്ടോളാൻ രീതിയിലാണ് പറഞ്ഞത്. പൊക്കോളാൻ കൈയെടുത്തിട്ട് ഇങ്ങനെ തിരിച്ചിങ്ങനെ ഒരു കാണിയത്. മോനെ സ്കൂളാ ഇവിടെ? സ്കൂളാണോ? സ്കൂളാണ്, സ്കൂൾ. ആ, ഓക്കെ. ഞാനോർത്ത് തന്നെ എല്ലാവർക്കും ഒരേ സ്വെറ്ററെന്ന്. അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് മണ്ണവന്നൂർ ലക്ഷ്യമാക്കി പോകാം. അങ്ങോട്ട് പോകാൻ പറ്റിയില്ലെങ്കിലും സ്ഥലം ഏകദേശം ഇതുപോലെയൊക്കെ ആയിരിക്കും മനസ്സിലായി. എല്ലാ കൃഷി സ്ഥലങ്ങളും ഇതല്ല. അമ്പലം കുണ്ടിക്ക് 20 കിലോമീറ്റർ. പിന്നെ പൂക്കൽ അത് 16. പിന്നെ മണ്ണവന്നൂർ 13. കൂക്കൽ 8 കിലോമീറ്റർ. നേരെയുള്ള വഴിയിൽ നിന്ന് വലത്തോടും തിരിയേണ്ടി വന്നു. തിരിയുമ്പോഴാണിത്. കൂക്കൽ 8 കിലോമീറ്റർ.
അപ്പം ഇട്ടേക്കാം. ആദ്യം കൂക്കൽ, മണ്ണുവന്നൂർ നേരെ പോകണം. കൂക്കൽ ലേക്ക്. അപ്പോൾ കൂക്കൽ ലേക്ക് കണ്ടു. അടിപൊളി സ്ഥലം. എനിക്ക് മനസ്സിലാകാത്ത, ഇപ്പോൾ ഞാനൊക്കെയാണ് പണ്ട് കാണിച്ചിട്ടുണ്ട് തന്നെ. കൊടൈക്കനാൽ കാണാനാണെന്നും പറഞ്ഞ് വന്നിട്ട് നമ്മൾ ആ കൊടൈക്കനാൽ ചുറ്റുള്ള ലേക്കും കുറേ സൂയിസൈഡ് പോയിന്റും പിന്നെ ഗുണ കേവ്സും ഇതെല്ലാം കണ്ടിട്ട് പോകും. ഇപ്പോഴും ഞാൻ ഇന്നലെയൊക്കെ ശ്രദ്ധിച്ചു, അങ്ങനെ ഒത്തിരി വണ്ടികൾ വരുന്നു, വിട്ട് താഴോട്ടൊക്കെ അങ്ങ് പോകുന്നുണ്ട്. കുറേ പേര് പിന്നെ ആണെങ്കിലും ഇങ്ങോട്ട് വന്നപ്പോൾ ഗുണ കേവ്സിന് അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഇങ്ങോട്ടെടുത്ത് പറഞ്ഞാൽ കുറേ പേരുണ്ട് ഇങ്ങോട്ടും, ഇല്ലെന്നല്ല, എന്നാലും പറയാം ഒത്തിരി പേര് ഇത് മിസ്സാക്കി തന്നെയാണ് പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ വന്നു. ഇനിയിപ്പം ഇവിടുന്ന് പന്നമണ്ണൂർ പൂണ്ടി അങ്ങോട്ടേക്ക് പോകാൻ. ചേട്ടാ 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 ഈ പൂണ്ടി അങ്ങോട്ട് ചേട്ടാ, പൂണ്ടി പൂണ്ടി അവിടെ ചെന്നിട്ട് വലത്തോട്ട് പോകാം. ആ മെയിൻ റോഡിൽ നിന്ന്, അതായത് മന്നമണ്ണൂർ പോകുന്ന റോഡിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് വന്നത് പൂക്കൽ 6 കിലോമീറ്റർ. ഈ 6 കിലോമീറ്റർ എന്ന് പറയുന്നത് നാരോ എയർ റോഡാണ്. ഇവിടെ മാത്രം ഇച്ചിരി വീതി പോകുന്നത്. നാരോ റോഡും 2 സൈഡും തിങ്ങി നിറഞ്ഞ മരങ്ങളും, കാട് മാത്രം. ഒരു നല്ല ക്ലൈമറ്റാണ്, അമിതമായ തണുപ്പുമില്ല, എന്നാൽ നല്ല ചൂടുണ്ട്, നല്ല തണുപ്പുണ്ട്, വെയിലുമുണ്ട്. നൈസ് ക്ലൈമറ്റ്. ഇതാ ഞാൻ പറഞ്ഞത്, ഇടുങ്ങിയ വഴി പോലെ ഇരിക്കും. നമ്മൾ ആ മെയിൻ റോഡ് വരെ അടുത്തൊരു 5 കിലോമീറ്റർ ഈ നാരോ റോഡാണ്. ആഹാ ചേടാ, പെട്ടെന്ന് മുമ്പിൽ ചാടുക. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ശ്രദ്ധിച്ചാ, അന്നേരം ക്യാമറ ഇല്ലായിരുന്നു. അടിപൊളി. ഇവിടെ ഇറങ്ങണമെന്ന് വെച്ചു. ഇവിടെ ഒന്ന് ഇറങ്ങണമല്ലോ. നമുക്കൊന്ന് മാറ്റി തിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് വ്യൂ കിട്ടും. അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ എന്താണോ എനിക്ക് മിസ്സായത്, I want it back. ഈ ആനവണ്ടി വളച്ചെടുക്കുന്നത് ഒടിയും തിരിവ് വളരെ കുറവായിരുന്നു. സ്ട്രൈറ്റ് ഒക്കെ പോകുന്ന ടൈപ്പ് ഡിസൈൻ. കാല് വെട്ടത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടിത്തള്ളി. കമോൺ എവരിബഡി. ഓക്കെ, നീ ഒന്നുകൂടെ മേളിൽ വെച്ചിട്ട് തിരിച്ചു കട്ടെ. സൂപ്പറല്ലേ, അടിപൊളി. അവർ ഫോട്ടോ എടുത്ത് മരിക്കുവാണല്ലോ. ബാക്കിയുള്ള 4 ദിവസമായിട്ട് ഒറ്റയ്ക്ക് ഒരാൾ പോലും ഒരു ഫോട്ടോ എടുത്തായിരുന്നു. നമ്മളിപ്പോൾ അവിടെ വെച്ച് പൂക്കൽ ലേക്കിന് അവിടെ വെച്ചൊരു പയ്യനെ കൊണ്ട് 2 ഫോട്ടോ എടുത്തു. ഒന്നുകൂടെ എടുത്ത് നമുക്ക് നേരെ പോയേക്കാം. അതെല്ലാം ചേച്ചിമാരൊക്കെ ഉണ്ട്, ഒന്നും വേണ്ടി കഷ്ടപ്പെടൊന്നും ഇതൊക്കെ നിത്യത്തൊഴിലാണ്. നിത്യത്തൊഴിൽ നോക്കി എന്നും ഈ വിറവ് പെറുക്കി വീട്ടിൽ ബിസിനസ്സൊക്കെ ഉപയോഗിച്ച് കഷ്ടപ്പെടാനുള്ളവരെന്നും കഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കും. ഇപ്പം ഒരു ഉന്നമനം ഉണ്ടാക്കുന്ന ഇത്രയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. സാധാരണ ഒരു ബിസിനസ് അല്ല, ഇതുപോലെ എന്തെങ്കിലും സംഭവം ഒരാൾ കൊല്ലങ്ങൾ വർഷങ്ങൾ നടത്തുമ്പോൾ
ന്യായമായിട്ട് അവർ നല്ല രീതിയിൽ കാശ് സമ്പാദിക്കും, വീട് മാറും, ജീവിത രീതി മാറും, എല്ലാ സിസ്റ്റവും മാറും. പക്ഷെ ഇതൊന്നും ഒരു മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നില്ല. ആ പാവങ്ങൾ ഇത്രയും വർഷം കൃഷി ചെയ്യുന്നെങ്കിൽ അവരതുപോലെ തന്നെ ഇരിക്കുന്നതായിട്ടായിരിക്കും തോന്നുന്നു. ഇവിടെ വലിയ വീടുമില്ല, കാര്യങ്ങളും ഇല്ല. എന്തിനും അവരുടെ എല്ലാ അന്തരീക്ഷവും അവരുടെ സാഹചര്യങ്ങളും ആ കൃഷി സ്ഥലവും എല്ലാം ഇപ്പോഴും ആ സെയിം സംഭവങ്ങളൊക്കെ തന്നെ. അവരന്നും ഇന്നും എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നു. അവരുടെ റിസൾട്ട് കണ്ടാലും അവരുടെ വീട് കണ്ടാലും ഒന്നും ഒരു മാറ്റമില്ല. ഇവർക്കൊന്നും അഭിവൃദ്ധി ഇല്ല. അതോ എനിക്ക് തോന്നുന്നതാണോ? എനിക്കറിയില്ല. അവരെ കണ്ടാൽ കഷ്ടം തോന്നില്ല. അവിടുന്ന് നേരെയാ പോകേണ്ടത്. മണ്ണൂരിൽ കുണ്ടിക്കും, ഇങ്ങോട്ട് പൂക്കല്, ഇങ്ങോട്ട് വന്നു. ഇപ്പം അങ്ങോട്ട് എന്നിട്ട് വലത്തോട്ട് പോകും. രണ്ടും വലിയ ദൂരമൊന്നുമില്ല. പക്ഷെ എന്താ വ്യൂ, എന്താ വ്യൂ. ചേട്ടോ കാണിച്ചു. ചേട്ടാ ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണോ? ഇവിടെ ആനയുണ്ടോ? ഞാൻ ചോദിച്ചത് അനിമൽ മൃഗം ആന ആന ആണോ? ഇവിടെ കാട്ടുപോത്തുണ്ടോ? ഉണ്ട്. ഇവിടെ വരുവോ? ആ അങ്ങോട്ട് പോകത്തുണ്ടോ? ഉണ്ട്. ശരിയല്ലോ. ഈ ഭാഗത്തൊന്നും ആനയൊന്നും ഒന്നുമില്ല. പിന്നെ അങ്ങോട്ടാണ്. അപ്പോൾ എൻ്റെ ഊഹം തെറ്റിയില്ല. മറ്റേ ആ കുന്നപ്പനാടി മരം അതുപോലുള്ളിടത്ത് ആന വരാറില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇവിടൊക്കെ എന്തായാലും കാട്ടുപോത്തൊക്കെ ഉള്ള സ്ഥലമാണ്. വാരിയടി സ്ഥലത്തിന് വാരിയടി കൊടൈക്കനാൽ താമസിക്കാതെ ഇവിടെ കാണാൻ വന്ന് താമസിച്ചാൽ മതി. അങ്ങനെ സ്ഥലം കേട്ടോ. ചേച്ചി കോഫി ഉണ്ടോ? ചേച്ചി കോഫി ഉണ്ടോ? കാപ്പി. ഇതാണ് ഈ 5 ലിറ്റർ വെള്ളം. ടിന്നൊന്നും അല്ല കേട്ടോ, അത് പ്ലാസ്റ്റിക് തന്നെയാണ്. മറ്റേ 20 രൂപയുടെയാണ് പ്ലാസ്റ്റിക് നിരോധിച്ചത്. ഷീയാണോ? ഷീയും ഉണ്ട് കേട്ടോ. എങ്ങോട്ടേ മണ്ണൂന്നൂർ എങ്ങോട്ട് പോകുന്നത്? ഇതാണോ? പിന്നെ അങ്ങോട്ട് ആരോ കാണിച്ചിരിക്കുന്നു. അല്ല ഇങ്ങോട്ട് ആരോ കാണിച്ചിരിക്കുന്നു. ഇങ്ങോട്ട് ആരോ കാണിച്ചിരിക്കുന്നു ചോദിച്ചു. അതായിരിക്കും. ചുമ്മാ അവിടം വരെ പോകണ്ട കേട്ടോ. ലാസ്റ്റ് മണ്ണവന്നൂരാണ്. ലാസ്റ്റ് അങ്ങോട്ട് പോകുമ്പോൾ ഗ്രാമമുണ്ട്. എല്ലാവരും സ്കൂളൊക്കെ പോവാം. ഉച്ചയ്ക്ക് 2:30 കഴിഞ്ഞു. ഇവരുടെയൊക്കെ ലോകം ഒന്ന് ചെറുതായിരിക്കുമല്ലോ ശരിക്കും പറഞ്ഞാൽ. ഇതല്ലേ അവരുടെ ലോകം. ഇതിന് വെള്ളോട്ട് പോകുന്നുണ്ടോ? പിള്ളേരൊക്കെ കുറേയൊക്കെ പഠിക്കും. എനിക്ക് തോന്നുന്നില്ല ഭൂരിപക്ഷം പേരും വിദ്യാഭ്യാസം 10ാം ക്ലാസ് കൊണ്ട് നിർത്തിയിട്ട് ഈ ടൂറിസത്തിൻ്റെ കുറേ നടക്കുന്ന ആ ഒരു ആയിരിക്കും ചിലപ്പോൾ. എൻ്റെ ഒരു ഊഹമാവട്ടെ, എനിക്കറിയില്ല. ഇതൊരു തോന്നലങ്ങ് പറഞ്ഞാൽ ഇത്രയും പിള്ളേരെയൊക്കെ കാണുമ്പോൾ വീഡിയോകളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ വീഡിയോകൾ. ആവും അവിടെ വരെ വന്ന് അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ അവരുടെ കാര്യം പറഞ്ഞ പോലെ ആയിരിക്കും. ഇനി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലായിരിക്കും. കഴിഞ്ഞു വണ്ടി തിരിച്ചു വിടാൻ നിർത്താൻ പറ്റുമോ? താഴോട്ടൊക്കെ പോകാൻ വാർത്തകൾ. അങ്ങനെ താഴോട്ട് പോകാൻ പറ്റുമോ?
താഴോട്ട് പോകാമോ? അല്ല, താഴോട്ട് പോകാമോ എനിക്ക്? ഓ, ഇവിടെയൊക്കെ വന്നിട്ട് ഇങ്ങോട്ടൊക്കെ പോയില്ല, പിന്നെ പറഞ്ഞിട്ട് കാര്യം. കൃഷി സ്ഥലങ്ങളൊക്കെ നന്നായിട്ടുണ്ട് വലത്തെ സൈഡിൽ. ഈ ഓഫ് റോഡിലൊക്കെ കാണാൻ പറ്റുന്ന ദൈവത്തിന് മാത്രമാണ്. ഇവിടെ അങ്ങോട്ട് പോകുന്നത് ചേച്ചിമാർ ഇവിടെ ആഹാരം കഴിക്കും. അങ്ങനെ നമ്മൾ മന്നമണ്ണൂർ ലാസ്റ്റ് ഭാഗത്തെത്തി. എന്തോ ഞാൻ കഴിച്ചായിരുന്നു. $245. 2:45 മനസ്സിലായോ? ആ 2:45 എന്ന് പറഞ്ഞു. എനിക്ക് തമിഴ് ഇംഗ്ലീഷ് അറിയാമെന്ന് വിചാരിച്ചു പെട്ടെന്ന്. കാരണം തമിഴന്മാർ നല്ല രീതിയിൽ ഇംഗ്ലീഷ് യൂസ് ചെയ്യുമെന്ന് അറിയിച്ചു. സിമ്പിളായ കാര്യങ്ങൾ. ടീ, കോഫി, ₹2 എന്നൊക്കെ പറഞ്ഞേക്കാം. അതുകൊണ്ട് ആ ധൈര്യത്തിൽ പറഞ്ഞ. പക്ഷേ ചേച്ചിമാർക്ക് ഡിഡിൻ അണ്ടർസ്റ്റാൻഡ്. അതുകൊണ്ട് അവരെന്നോട് കഴിക്കണമെന്ന് ചോദിച്ചു. കഴിക്കുന്നു. ഒരു മര്യാദയൊക്കെ സാധാരണക്കാർക്ക് എപ്പോഴും ഉണ്ട്. താഴോട്ട് ഇനിയും പോകാൻ പറ്റുമെന്നാ പറഞ്ഞത്. ഇവിടെ കൊണ്ടോ എന്താ രസമല്ലേ. നല്ല ഫോഗാ കേട്ടോ. പക്ഷേ കുത്തിക്കളും തണുപ്പൊന്നുമില്ല. ഇവിടെ ആരും നേരെ നമ്മൾ സ്വെറ്റർ പോലും ഇവിടെ ആരിട്ട് ഞാൻ കണ്ടില്ല ഇതുവരെ. ഈ ഭാഗത്തെത്തിയപ്പം ആ ചേട്ടൻ വരുന്നുണ്ട് ചുമ്മാ ഒരു കയ്യിലും ഷർട്ടും ഇട്ട്. താഴോട്ടൊന്ന് പോട്ടിന്. ഇവിടൊക്കെ വന്നാണ് മക്കളെ താമസിക്കുന്നത്. അല്ലാതെ കൊടൈക്കനാൽ കാണാൻ വന്നിട്ട് റോഡ് സൈഡിലുള്ള ലോഡ്ജിൽ കയറി. എൻ്റെ പൊന്നെ, ആ ലോഡ്ജിൻ്റെ കാര്യം ഒന്ന് പറയാൻ. പോട്ടെ. സ്ഥലം താഴോട്ടൊന്ന് നോക്കിച്ച് മക്കളെ. ഷടാ സമ്മതിക്കത്തില്ലല്ലോ. എല്ലാം കിട്ടുന്നുണ്ടോ ആർക്കറിയാം. എനിക്കാണ് ഫുട്ടേജസ് ഒന്നും നോക്കാനുള്ള സമയം പോലും കിട്ടിയിട്ടില്ല. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ അമ്മയും കൊണ്ട് ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ പോകാൻ. എവിടുന്ന് യാത്ര എന്ന് കേൾക്കുമ്പോഴേ അമ്മയ്ക്ക് ദേഷ്യമാണ്. മരിച്ചും പോയി. ആകപ്പാട് ഒരു തവണ വാഗമൺ കൊണ്ടുപോയിട്ടുണ്ട് 2010. പൊരിഞ്ഞ വെയിലത്ത് വാഗമണെല്ലാം കരിഞ്ഞ് ഉണങ്ങിയിരിക്കുമ്പോൾ ഫെബ്രുവരി മാസത്തിൽ. അല്ലാതെ അമ്മയ്ക്ക് ഇപ്പോഴും അറിയത്തില്ല നമ്മുടെ നാട്ടിൽ, അമ്മയുടെ ജന്മദേശത്ത് കേരളത്തിൽ വീടിനടുത്ത് തന്നെ ഞങ്ങളുടെ ഇവിടെ നിന്ന് എന്നാ ദൂരമുണ്ട് വാഗമണ്ണും
എന്തിനാ തേക്കടി അങ്ങോട്ടൊക്കെ പോകാനേ? കോട്ടയത്തുനിന്ന് ഒരു ദൂരമില്ല ഒന്നും. പക്ഷെ ഒന്നും കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. നമുക്ക് കാണുകയും വേണ്ടായിരുന്നു. നമുക്കിങ്ങനെ കഷ്ടപ്പെടുക, ജോലി ചെയ്യുക, ആ ഒരു മെൻറ്റാലിറ്റിക്കാരെയായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയ്ക്ക് നമ്മളിങ്ങനെയൊക്കെ സന്തോഷിക്കുന്നതോ അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകുന്നതോ നമുക്ക് തീരെ അംഗീകരിക്കാൻ പറ്റത്തില്ല. അമ്മയ്ക്ക് ഭയങ്കര ധൂർത്താണ് അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്. യാത്ര ചെയ്യുന്നതും 2 ദിവസത്തെ പിടിച്ചായിരുന്നു എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര നോട്ടമുണ്ട്. ഞാനെന്ത് വലിയ അപരാധം ചെയ്ത പോലെയാണ് നമ്മൾ നോക്കുന്നത്. എവിടെ ട്രിപ്പിനൊക്കെ പോയി തിരിച്ച് വന്ന് കഴിയുമ്പോൾ ഞാനൊന്നും മൈൻഡ് ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ നമ്മുടെ വീട്ടിലുള്ള ഒരാൾ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് പറയുന്നത്, അതായത് നമ്മളെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഒരുമാതിരിപ്പെട്ട കാര്യങ്ങൾക്ക് മുഴുവൻ. പഠിത്തം, സർക്കാർ ജോലി, ഡോക്ടർ, എഞ്ചിനീയർ, അതിനപ്പുറത്തോട്ട് ലോകം എൻ്റെ അമ്മയ്ക്ക് ഇല്ലായിരുന്നു. ഞാനാണ് കംപ്ലീറ്റ്ലി വേറൊരു രീതിയിലുള്ള ചിന്താഗതിയായിരുന്നു. അത് കാരണം എപ്പോഴും ഒരു പ്രൊഡിക്ഷനാണ് ഞാൻ ഓർമ്മ. എല്ലാം കഴിഞ്ഞ അമ്മ മരിച്ചും പോയി. ഇവിടെ മരണം വരെ എനിക്ക് ചെയ്യേണ്ടതല്ല, ഞാൻ ചെയ്യുകയും ചെയ്യും. പക്ഷെ ഇതാണ് കുഴപ്പം, നമ്മൾ ചരട്ടിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടായിരിക്കണം എപ്പോഴും ഞാൻ അമ്മയുടെ. അതൊക്കെ നേരിട്ട് തന്നെ വന്ന് കാണണം, അല്ലാതെ ഇങ്ങനെ വീഡിയോക്കകത്തൊന്നും എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കുഞ്ഞ് അണ്ണാങ്കുഞ്ഞ് ഞാനോടത്ത് വണ്ടി കയറിയെന്ന് ഇങ്ങനെ ഒരു തുള്ളിത്തുള്ളി ഓടിപ്പോയായിരുന്നു. നമ്മൾ മുമ്പേ കണ്ടതിൻ്റെ നമ്മൾ അവിടെ കാണുന്നതാന്ന് തോന്നുന്നു എല്ലാം കണ്ടത്. ഇപ്പം നമ്മളതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ. ഓഹ് ഈയടാ, ആരാണ് ആരാ പേടിപ്പിക്കുന്ന? ആഹാ, ഒരു പട്ടിക്കുഞ്ഞിനും അവിടെ ഒരു ചെറിയ ഷെഡ് പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. ഒരു പട്ടിയുണ്ട്. ഇങ്ങനെ ഉണ്ടല്ലേ, എന്നാ സെറ്റപ്പ് അല്ലേ സ്ഥലം. അയ്യോ, ഇവിടെ ഉള്ളവർക്ക് ഇതുമെല്ലാം തോന്നും അല്ലേ, ജനിച്ച നാൾ മുതൽ കാണുന്നല്ലോ. ഇവർക്ക് എന്ത് മല, എന്ത് കൃഷി. അല്ല, കൃഷി വലുതാ. മിണ്ടായിടാ. കുറച്ചുകൂടെ മുന്നോട്ടേക്ക് വന്നു. ചേട്ടാ, ഇവിടുന്ന് അങ്ങോട്ട് പോകാമോ? ഇവിടുന്ന് അങ്ങോട്ട് ചുമ്മാ പോകാമോ? ഒത്തിരി ദൂരം ഉണ്ടോ? അങ്ങോട്ടൊന്നുമില്ല, ചുമ്മാ പോവാ. എനിക്ക് കേരളം വിട്ട് കഴിഞ്ഞാൽ ഇച്ചിരി പേടി കൂടുതലാണ് ഈ പ്രദേശങ്ങൾ ചെല്ലുമ്പോൾ. അങ്ങനെയല്ല, നമ്മൾ ചെല്ലുന്നവർക്ക് ഇഷ്ടപ്പെടുവോ അങ്ങനെയൊക്കെ ഒരു അതുകൊണ്ട് ഈ ചിലതെത്തുമ്പോൾ ഇങ്ങനെ ചോദിക്കും, അങ്ങോട്ട് പോകാം എന്നാണല്ലോ പറഞ്ഞത്. പോകണോ ഇവിടം വരെ മാറ്റി ഈ വണ്ടിയും കൊണ്ട് അങ്ങോട്ട് പോകാൻ എനിക്ക് മടുപ്പാണ്. ചുറ്റുള്ള ഇറക്കവും കയറ്റിട്ട് പ്രശ്നമാണ്. താഴോട്ടുള്ള ഇറക്കം കണ്ടിട്ട് സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നു. പാവം ചേട്ടാ, ഇവിടെ താഴോട്ട് പോയേക്കല്ലേ. പേടിച്ച് നമ്മൾ കീഴടങ്ങിട്ട് കാര്യമില്ലോ. എന്തെയൊക്കെ എങ്ങനെയും നമുക്ക് വേണ്ടി കയറ്റാം. പോകാൻ പറ്റുമെങ്കിൽ പോകത്തോളം ഇവിടെ വരെ വന്നാണ്. അപ്പം കാര്യങ്ങൾക്ക് തീരുമാനമായി. ഇവിടെ കൊണ്ടിരിക്കും. ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല മോനെ, വഴിയില്ലെന്ന് തന്നെ പറയാം. ഇവിടെ നടന്നു പോകാം. വെറുതെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെയുള്ള വഴിയാണ്. കറക്റ്റ് സമയത്ത് ഓ
I think I'm trapped. No. അങ്ങനെ ഞാൻ എസ്കേപ്പായി. വേറെ ഒന്നുമില്ല, ഈ വണ്ടി ഫ്ലാറ്റ് ഫുട്ട് കിട്ടത്തില്ലെന്ന് എനിക്ക്. ഫ്ലാറ്റ് ഫുട്ടാണെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ കൈ നിൽക്കുമെന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഇടത്തോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായി ഇടുക എന്നുള്ളൂ. സ്വന്തം വണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല, എൻ്റെ ബ്രദറിൻ്റെ വണ്ടിയാണ്, അതുകൊണ്ടുള്ളൊരിതാണ്. അപ്പോൾ ഇനി തിരിച്ചങ്ങോട്ട് പോകട്ടെ. കൊടൈക്കനാലിൽ നിന്ന് മണ്ണൂരിന് വരാനായിട്ട് വലിയ പാടൊന്നുമില്ല. ആ ലേക്കിൻ്റെ സൈഡിലേക്കുള്ള റോഡ് ചെല്ലുക. കൊടൈക്കനാൽ ടൗണിൽ നിന്ന് ലേക്കിൻ്റെ സൈഡിലുള്ള റോഡിൽ കൂടെ പോയിട്ട് കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കോഡിങ് കാണാം. നേരെ റോഡ് ക്രോസ് ചെയ്തുള്ള റോഡ്, അതാണ് മണ്ണൂരിൽ നിന്ന് ആരോ വിട്ടിട്ടുണ്ട്. ആ റോഡ് നേരേക്ക് പോന്നാൽ മതി. ആ പോകുന്ന വഴിക്ക് പൂമ്പാറയ്ക്ക്, പൂണ്ടിക്ക്, പൂക്കലിനുള്ള എല്ലാ സൈൻ ബോർഡും ഉണ്ട്. ഒന്നുമില്ല, എല്ലാം ഈ മണ്ണൂർ റോഡിലാണിതില്ല, ആ റൂട്ടിലാണിതില്ല. ആ റൂട്ടിലങ്ങ് പോകാമെന്നുള്ളേ ഉള്ളൂ. അത് ജസ്റ്റ് സൈൻ ബോർഡ് നോക്കുക. പിന്നെ അതിൽ പൂമ്പാറ വില്ലേജ്, അത് നമുക്ക് ജസ്റ്റ്, അതായത് നമ്മളിങ്ങനെ പൊക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വളഞ്ഞ് താഴെ വലത്തോട്ടാണ്. അപ്പോൾ ആ ബോർഡ് എഴുതിയിരിക്കുന്നത് പൂമ്പാറ ടെമ്പിൾ എന്നാണ്. അപ്പോൾ ഞാനത് കാര്യമാക്കി, ഞാൻ നേരെ പോയി. പിന്നീട് ഒരാൾ ചോദിച്ചപ്പോഴാണ് അത് ഞാൻ അറിയുന്നത്. അപ്പോൾ നിങ്ങൾ പോകുന്നവർ ശ്രദ്ധിച്ചാൽ മതി. അവിടെ എത്തുമ്പോൾ നോക്കി പോവുക, ബോർഡ്സ് നോക്കി പോവുക. നമ്മൾ ഈ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഒരു ചെറിയൊരു അസറ്റ് മതി ബോർഡ് മിസ്സാണ്. അങ്ങനെ ചില വഴി തെറ്റിയാലേ ഉള്ളൂ, അല്ലാതെ ഒരു കുഴപ്പമില്ല. ഈസി ആയിട്ട് പോയിട്ട് വരാം. ഞാനിപ്പോൾ ഇനി ഇവിടുന്ന് പൂണ്ടി അങ്ങോട്ടാണ് ചോദിക്കണം. വലത്തെ സൈഡ് അത്യാവശ്യം കാണാം കൃഷി നിലങ്ങളൊക്കെ, പക്ഷെ ഫോഗ് നന്നായിട്ടായി. തോന്നുന്നു പൂണ്ടി എൻ്റെ പൂണ്ടി. അതുപോലെ തന്നെ വളരെ മനോഹരമായ ഗ്രാമം. ആ മേടിയിൽ നിന്ന് കാണാൻ രസമായിരുന്നു. അങ്ങോട്ടേക്കാണ് പോകുന്നത്. സീനിക് ഊട്ടി. എന്നാ രസമല്ലേ, എത്ര കണ്ടാലും ഈ ഒരു വാചകം നമുക്ക് പറയാൻ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ വന്നൊരു ദിവസം നമ്മൾ ശരിക്കും 2-3 ദിവസമൊക്കെ ഇവിടെ നിൽക്കണം. ഇന്ന് സമാധാനത്തോടെ വണ്ടി ഓടിച്ചു പോകണം. ഇത് ഇങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ പോകുന്നതല്ല, ഒന്ന് സ്റ്റേ ചെയ്ത്. എനിക്ക് പക്ഷേ ഈ സ്ഥലത്തെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് യൂട്യൂബിലൊക്കെ എവിടെയൊക്കെ ജസ്റ്റ് കണ്ടിട്ടൊന്നല്ലാതെ. എന്ത് മനോഹരമല്ലേ, നമ്മൾ കണ്ടിട്ടില്ലാത്ത തരം ധാരാളം പക്ഷികളൊക്കെ ഇത്ര സ്ഥലങ്ങളുണ്ട്. ഇത് നമ്മൾ മഞ്ഞമണ്ണൂർ ഏറ്റവും ലാസ്റ്റ് എന്ന് കണ്ട ആ ചോപ്പ് എന്ന് കണ്ട ആ സ്ഥലം തന്നെ ഇത്. നമ്മൾ അങ്ങ് ചോപ്പ് എന്ന് കണ്ടത് ആ മേളിൽ നിന്ന് കണ്ട 1-2 സംഭവങ്ങൾ ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടത് അടുത്ത്, വളരെ അടുത്ത്. അതെന്തോ ഒരു കമ്പനി പോലെ, എന്താ എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനെ ഒരു ആർച്ച് ടൈപ്പ് ഷീറ്റൊക്കെയാണ് മേൽക്കൂരയൊക്കെ. ആ സംഭവം അങ്ങോട്ടൊക്കെ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. പോലീസ് പട്ടാളമൊന്നും അല്ലേ, എല്ലാവരും അവനോട് ഇഷ്ടത്തിന് ജീവിക്കുന്നു. ആ പണ്ട് ഞങ്ങളെ നോക്കും. രാത്രിയിലത്തേക്ക് അവസ്ഥ എന്തായിരിക്കും ഇവിടെ? പിന്നെ അത്യാവശ്യം ഹോസ്പിറ്റലൊക്കെ കറക്റ്റ് ഹോസ്പിറ്റൽ പറയില്ലേ, ശ്രീബാല മെഡിക്കൽ സെൻറ്റർ. അതൊരു പിന്നെ ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിൽ എവിടെ പോയി ചിന്തിച്ചില്ല അതിന് മുമ്പ് തന്നെ ഹോസ്പിറ്റൽ. സന്തോഷം, വളരെ സന്തോഷം. ചേട്ടാ പോണ്ടി കഴിഞ്ഞോ? പോണ്ടി ആവുന്നേ ഉള്ളോ? കഴിഞ്ഞിട്ടില്ല.
ബാറ്ററി ചാർജ് ഇപ്പം തീരും. പൂണ്ടി എത്തി, രണ്ടാമത്തെ ബാറ്ററി തീരും. എന്തായി. അപ്പം നമുക്കിനി തിരിച്ചു പോവാം. അപ്പം ഗൈസ്, GoPro കണ്ണടച്ച് കറക്റ്റ് പൂണ്ടി എത്തി. അപ്പം എൻ്റെ ഈ വീഡിയോ ഞാൻ ഇവിടെ അങ്ങ് നിർത്തുകയാണ്. ഇനി ഇവിടുന്ന് 7 മണിക്കൂർ ഡ്രൈവ് ചെയ്യണം കോട്ടയം വരെ നോക്കി. അപ്പോൾ അതെല്ലാം നടപ്പുള്ള കാര്യമല്ല. അതുകൊണ്ട് എവിടെയെങ്കിലും ഞാൻ ഇന്നും സ്റ്റേ ചെയ്യും, അല്ല നടക്കത്തില്ല. ഇതുപോലെ വയ്യ, ഓടിച്ചൊരു പരുവായി. നല്ല വിശപ്പുമുണ്ട്, ദാഹമുണ്ട്. അപ്പം ഇനി അടുത്ത യാത്ര എന്നാണ് ദൈവത്തിൻ്റെ ഇരിക്കുന്നത്. എല്ലാവരും ഒരു കാര്യം, എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടൈക്കനാൽ വരുവാണെങ്കിൽ കൊടൈക്കനാൽ ആ ടൗണൊന്നും മൈൻഡ് പോലും ചെയ്യേണ്ട. പക്ഷേ ഈ 65 കിലോമീറ്റർ ഈ ഇവിടം വരെ ഒന്ന് വന്ന് വേണം പോകാൻ. പൂണ്ടി, കൂക്കൽ, പോട്ടെ എന്തായാലും ആട്ടെ, അവിടം വരെ വന്നിട്ട് പോവുക എല്ലാവരും. അപ്പം അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ.